ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിൽ നാം ശിവഭക്തനായ മറ്റൊരു രാജാവിനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മെയ്പൊരുൾ നായനാർ എന്നാണ്. പല്ലവ രാജ്യത്തിൻ്റെയും ചോഴ രാജ്യത്തിൻ്റെയും ഇടയിലുള്ള നടുനാട് എന്ന ചെറിയ ഒരു രാജ്യം ഭരിച്ചിരുന്നത് മലാട വംശത്തിലെ മെയ്പൊരുൾ എന്ന രാജാവായിരുന്നു. തലസ്ഥാനം തിരുക്കോവലൂരുമായിരുന്നു. ശിവക്ഷേത്രോത്സവങ്ങൾ നടത്തുന്നതിലും ശിവഭക്തന്മാരെ പ്രീതിപ്പെടുത്തുന്നതിലുമായിരുന്നു രാജാവിന് ഔത്സുക്യം. അതിൽ ദത്തസ്വസ്ഥനായി വാഴുന്ന കാലത്ത് അകൽനാട് വാണിരുന്ന മുക്തനാഥൻ എന്ന രാജാവ് ഈ രാജാവിൻ്റെ ശത്രുവായി തീർന്നു. ഒന്നിലധികം പ്രാവശ്യം ചേതി രാജ്യം ആക്രമിച്ചെങ്കിലും അതെല്ലാം മെയ്പൊരുൾ രാജാവ് പരാജയപ്പെടുത്തി. അങ്ങനെ പരാജിതനായി തോറ്റോടിയ മുക്തനാഥൻ ധർമ്മയുദ്ധത്തിൽ ഒരിക്കലും തനിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വഞ്ചനയിലൂടെ രാജാവിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഒരു നാൾ ശിവഭക്ത വേഷം ധരിച്ച് വിഭൂതി അണിഞ്ഞ് ചേതി രാജധാനിയുടെ വാതിൽക്കൽ വന്ന് കാവൽക്കാരെ കബളിപ്പിച്ച് അകത്ത് പ്രവേശിക്കുകയും രാജാവിനെ കാണണമെന്ന് അംഗരക്ഷകനായ ദത്തനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അന്തഃപുര രക്ഷകനായ ദത്തൻ ശിവഭക്തന്മാരോട് അരഞ്ഞുള്ള പ്രീതി അറിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ഉറങ്ങുകയാണ് എന്നറിയിച്ചപ്പോൾ തനിക്ക് രാജാവിനോട് ശിവതത്വ രഹസ്യമാണ് ഓതേണ്ടത്, അതുകൊണ്ട് എന്നെ അകത്തേക്ക് കടത്തിവിടൂ എന്ന് പറഞ്ഞു. ശൈവവിശ്വാസപരമായ ഈ കാര്യം ഉണർത്തിപ്പാൻ തീർച്ചയായിട്ടും രാജാവിനെ കാണണമെന്ന് മുക്തനാഥൻ വാശി പിടിച്ചു. ദത്തൻ അയാളെ രാജധാനിയുടെ ഉള്ളിലെ മുറിയിലേക്ക് കടത്തിവിട്ടു. ഉറക്കമുണ്ടെന്ന മെയ്പൊരുൾ നായനാരുടെ കൂടെ ഇരുന്നിരുന്ന പത്നിയെ കൂടെ അകത്തേക്ക് അയക്കണമെന്നും തനിക്ക് പറയാനുള്ളത് അന്യർ കേട്ടുകൂടെന്നും കപടഭക്തൻ പറഞ്ഞു. വിശ്വസിച്ച് രാജാവ് അപ്രകാരം ചെയ്തു. ശിവസന്യാസിയുടെ വേഷം കെട്ടിയ മുക്തനാഥൻ രാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് ഭക്തന്മാരിൽ ശ്രേഷ്ഠനാണ്. അതിനാൽ ഞാൻ അങ്ങക്ക് ശിവതത്വ രഹസ്യം ഉപദേശിക്കാൻ വന്നതാണ്. കൈലാസത്തിൽ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചതാണ് ഈ ദിവ്യ രഹസ്യം. രാജാവ് പറഞ്ഞു, ഇതിനേക്കാൾ വലിയ ഒരു ഭാഗ്യം എനിക്കുണ്ടാകുമോ? എൻ്റെ ഭഗവാന്റെ വാക്കുകൾ വേഗം പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞിട്ട് രാജാവ് ഈ കപട സന്യാസിയുടെ കാക്കൽ സാഷ്ടാംഗം പ്രണമിക്കാൻ വേണ്ടി കുനിഞ്ഞു. ആ സമയം അയാൾ കത്തിയൂരി രാജാവിൻ്റെ മുതുകത്ത് ആഞ്ഞു കുത്തി. അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന തൻ്റെ ക്രൂരകൃത്യം നടപ്പിലാക്കിക്കൊണ്ട് രാജാവിൻ്റെ മുതുകിൽ നിർദ്ദയം കുത്തിയിറക്കിയ ആ സമയം വേദന കൊണ്ട് മരണവക്ത്രത്തിൽപ്പെട്ട രാജാവ് ഇങ്ങനെ പറഞ്ഞു, ഹാ, പവിത്രമായ ആ വേഷം, രൂപം തന്നെയാണ് പരമമായ സത്യം. മെയ്പൊരുൾ എന്ന് ചൊല്ലി നിലത്ത് മരണവക്ത്രത്തിലേക്ക് ആണ്ടു വീണു. അങ്ങനെ മെയ്പൊരുൾ എന്ന പേര് സാർത്ഥകമാക്കി. മെയ്പൊരുളിന് മേൽ മെയ് വേദം, വേദത്തിൻ്റെ പൊരുളറിഞ്ഞവൻ, താൻ വേദത്തിൻ്റെ പൊരുളറിഞ്ഞവനാണ് എന്ന് ഈ മെയ്പൊരുൾ രാജാവ് ഈ സംഭവത്തിലെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. ആ താപസനെ കണ്ട് മുതൽക്ക് തന്നെ എന്തോ പന്തികേട് തോന്നിയിരുന്ന ദത്തൻ രാജാവിൻ്റെ ശബ്ദം കേട്ടതും ഉറയുന്നൂരിയ വാളുമായി കതക് ചവിട്ടി തുറന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈശ്വരസ്വരൂപനായ തൻ്റെ രാജാവിനെ കണ്ട് രോഷാകുലനായ ആ ദുഷ്ടസന്യാസിയെ കൊല്ലാൻ വാളോങ്ങി. തനിക്കേറ്റ പ്രകാരം സഹിച്ചുകൊണ്ട് രാജാവ് അയാളെ തടുത്തുകൊണ്ട് പറഞ്ഞു, അരുത് ദത്ത, അദ്ദേഹം നമ്മുടെ ഭഗവത് ഭക്തനാണ്, ക്ഷമിക്കൂ. ഇത് കേട്ട ആ വിശ്വസ്തനായ സേവൻ വേദനയിൽ പുളഞ്ഞുകൊണ്ട് വീണ് കിടക്കുന്ന തൻ്റെ യജമാനനെ സമീപിച്ച് കുഞ്ഞ്, എൻ്റെ പ്രഭുവിൻ്റെ ആജ്ഞ എന്താണെന്ന് പറഞ്ഞാലും എന്ന് ചോദിച്ചു. രാജകൽപ്പന മന്ദസ്വരത്തിൽ പുറത്തു വന്നു. ഈ ഭക്തനെ സുരക്ഷിതനായി
നമ്മുടെ അതിർത്തി കടത്തിവിടൂ. ഈ ഘോര സംഭവം അറിഞ്ഞ ജനങ്ങൾ രോഷാകുലരായി. നമ്മുടെ രാജാവിനെ വധിച്ച ചതിയനെ കൊല്ലണമെന്ന് ഉച്ചത്തിൽ ശബ്ദം മുഴക്കിക്കൊണ്ട് ജനക്കൂട്ടം കൊട്ടാരമുറ്റത്തും വീഥിയിലും നിറഞ്ഞു. ഭടന്മാർ വളരെ ബുദ്ധിമുട്ടി അവരെ തടഞ്ഞു. ദത്തൻ ആ ദുഷ്ടനെ ജനങ്ങൾ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ച ശേഷം അവരോട് പറഞ്ഞു, ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നതിന് നമ്മുടെ രാജാവിൻ്റെ ആജ്ഞ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത് കേട്ട ജനക്കൂട്ടം ഭയത്തോടെ അവർക്ക് വഴിമാറിക്കൊടുത്തു. ദത്തൻ ഊരിപ്പിടിച്ച വാളോടെ ആ മഹാപരാധിയെ അനുഗമിച്ച് സുരക്ഷിതനായി രാജ്യാതിർത്തിയിൽ എത്തിച്ചു. കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ മരണവസ്ത്രത്തിൽ പെട്ടുകിടക്കുന്ന രാജാവിൻ്റെ സമീപത്ത് ദത്തനെത്തി. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, പ്രഭു, കള്ളവേഷമണിഞ്ഞ് വിജയിച്ച അയാളെ ഞാൻ അതിർത്തി കടത്തിവിട്ടു. രാജാവ് പറഞ്ഞു, മറ്റാർക്കാണ് എനിക്ക് വേണ്ടി ഇത്ര വലിയൊരു സേവനം ചെയ്യാൻ കഴിയുക? പിന്നീട് തൻ്റെ ചുറ്റുമിരുന്ന് കണ്ണീർ വാർക്കുന്ന രാജ്ഞിയെയും മറ്റു ബന്ധുക്കളെയും നോക്കി തൻ്റെ എല്ലാ ശക്തികളും സംഭരിച്ചുകൊണ്ട് രാജാവ് തൻ്റെ അവസാന വാക്കുകൾ പറഞ്ഞു, ഭസ്മധാരികളെ ആദരിക്കുക, സ്നേഹത്തോടെ അവരെ സംരക്ഷിക്കുക, അവർക്ക് സേവ ചെയ്യുക. അതുമാത്രമാണ് ഭഗവത്പാദങ്ങളിൽ ചേരാനുള്ള വഴി. തൻ്റെ കർത്തവ്യം ചെയ്തതിനു ശേഷം രാജാവ് ഭഗവത്പാദങ്ങളെ ധ്യാനിച്ചു കിടന്നു. ജീവൻ വാർന്നുപോയി കൊണ്ടുകിടന്ന ആ നിഷ്കളങ്ക ഭക്തന് കാരുണ്യമൂർത്തിയായ ഭഗവാൻ യഥാർത്ഥ ദർശനം കൊടുത്തു. ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാണൻ വെടിഞ്ഞ ആ ഭക്തോത്തമൻ ജനന മരണങ്ങളില്ലാത്ത മുക്തി നേടി. അപ്പോൾ ഇതാണ് ഈ കഥ. പരുഷവചനങ്ങളാൽ പീഡിക്കപ്പെട്ടാലും പ്രാണൻ പോലും അപകടപ്പെട്ട് കിടക്കുകയാണെങ്കിലും ആരാണോ ഹിതമനുഷ്ഠിക്കുന്നത് അവരിൽ ഭഗവാൻ സംതൃപ്തനായിത്തീരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ ഈ ഭക്തൻ്റെ മെയ്പ്പൊരുൾ രാജാവിൻ്റെ തീവ്രമായ ശിവഭക്തന്മാരോടുള്ള പ്രേമാധിക്യം കണ്ട് പുളകിതഗാത്രനായ ഭഗവാൻ അദ്ദേഹത്തിന് മുക്തിപദം പ്രദാനം ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, ശിവഭക്തന്മാരെ ആദരിക്കുക, അവരെ ആരാധിക്കുക. അതിലൂടെ ശിവഭക്തനെ ആരാധിക്കുന്നതിലൂടെ ശിവനെ തന്നെ ആരാധിച്ച അനുഭവം കിട്ടും. ഇവിടെ കപട സന്യാസിയായിട്ട് പോലും ശിവവേഷമാണ് ധരിച്ചത് എന്ന ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് മുമ്പിൽ ജീവൻ വെടിയുകയാണ് രാജാവ് ചെയ്തത്. അപ്പോൾ ആ വേഷത്തെ പോലും അങ്ങേയറ്റം ആദരിക്കുകയാണ് രാജാവ് ചെയ്തത്. എന്നാലോചിച്ച് നോക്കൂ, ശിവവേഷം ആരാണോ ധരിക്കുന്നത് അവരെ പോലും, ജടയും അതേപോലെ രുദ്രാക്ഷവും ആരാണോ ധരിക്കുന്നത് അവരെ പോലും പൂർണ്ണമായി ആരാധിക്കാൻ ഒരു ശിവഭക്തൻ തയ്യാറാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഈ കാഴ്ചയിലൂടെ നാം ഒരു കാര്യം മനസ്സിലാക്കുന്നു, അതായത് ശിവഭക്തനെ പൂജിച്ചാൽ ശിവലോകത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇതാണ് ഈ കഥയുടെ പോഷൻ.